മുട്ടുവേദന അല്ലെങ്കിൽ കാലുവേദന കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, ഒരുപാട് നേരം നിൽക്കാൻ പറ്റാതിരിക്കാം, ഇനി ജോലി ചെയ്തതിന് ശേഷം കിടക്കുന്ന നേരം മസിൽസ് കോച്ചി വലിക്കുന്ന പോലെ, അതേപോലെ എല്ല് തേയ്മാനം, മുട്ടിലെ എല്ലിൻ്റെ തേയ്മാനം ഉണ്ടാവുക, കൂടുതൽ നേരം നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ, ചെറിയൊരു വേദന വരുമ്പോഴേക്കും പെയിൻ കില്ലറിലിട്ട് ആശ്രയിക്കുക, അല്ലെങ്കിൽ ബാം എന്തെങ്കിലും എക്സ്റ്റേണലി തേക്കുക, എന്നാൽ കുറച്ച് നേരം കഴിഞ്ഞ് അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞ് തിരിച്ചും അതേ പഴയ പോലെ തന്നെ ഇതേ പ്രശ്നങ്ങൾ തിരിച്ചു വരാം. ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളുണ്ട്. അതായത് മുട്ടുവേദന, കാലുവേദന, ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളുണ്ട് സഫർ ചെയ്യുന്നവരാണോ നിങ്ങൾ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ നിങ്ങളുടെ മുട്ടുവേദന അല്ലെങ്കിൽ മുട്ടിലെ നീർക്കെട്ട്, ഓസ്റ്റിയോ ആർത്രൈറ്റിസ് പോലുള്ള കണ്ടീഷനൊക്കെ എളുപ്പം മാറാനായിട്ട് സഹായിക്കുന്ന 7 സൂപ്പർ ഫുഡുകൾ എന്തൊക്കെയാണെന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇത് നിങ്ങളുടെ ഡോക്ടർ ജുമാന ഹസീൻ ഏജി, ഡോക്ടർ ജുമാനാസ് ഹോമിയോ കെയർ, വള്ളിയോട്, പാലക്കാട്. കാലുവേദന അല്ലെങ്കിൽ മുട്ടുവേദന, കാലിലോട്ടുള്ള വേദന ശരിക്കും പലപ്പോഴും അതൊരു മുട്ടുവേദന തന്നെ ആവണമെന്നില്ല. ഷയാറ്റിക്ക എന്നുള്ള കണ്ടീഷൻ ആവാം, അല്ലെങ്കിൽ നമുക്ക് വൈറ്റമിൻ ഡി, അതിൻ്റെ കാൽഷ്യം, അതിൻ്റെ കുറവ് കൊണ്ട് വേദന വരാം. 50കളിലും 40കളിലും മെനോപോസോട് അടുക്കുന്ന സ്ത്രീകളിൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ആ ഒരു എല്ലിലെ തേയ്മാനം, ഡീജനറേഷൻ കൊണ്ടാവാം. അല്ലെങ്കിൽ വാദത്തിൻ്റെ പ്രശ്നം, റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് പോലുള്ള വാദത്തിൻ്റെ പ്രശ്നമുള്ളവരിൽ 30കളിലും 20കളിലും തന്നെ ജോയിൻ്റ് പെയിൻ കൂടുതലായിട്ടും കണ്ടുവരാറുണ്ട്. അതേപോലെ വാരിക്കോസ് വെയിൻ, DVT എന്ന് പറയുന്ന കണ്ടീഷനിലും കാലുവേദന കണ്ടുവരാറുണ്ട്. അപ്പം കാലുവേദന എന്ന് പറയുമ്പോൾ അത് മുട്ടുവേദന മാത്രമല്ല, കാലിലോട്ടുള്ള ജോയിൻറ്റ്സ്, ഇപ്പോൾ ഉപ്പൂറ്റി വേദനയുണ്ട് ചിലർക്ക്, അവിടെ കൽക്കേനിയൽ സ്പർ എന്ന് പറയും ചിലർക്ക്. ആ ഒരു എല്ല് മാത്രം അതിൻ്റെ വളർച്ച കൂടി വരാം, ഓസ്റ്റിയോഫൈറ്റ് ഫോർമേഷൻ എന്ന് പറയും. അതായത് എല്ല് തേയ്മാനം ഉണ്ടാകുന്നത് പോലെ തന്നെ എല്ലിൻ്റെ വളർച്ച ചില സമയങ്ങളിൽ കൂടി വരും. അങ്ങനെ ആവുന്ന സമയത്ത് അത് സ്കിന്നിലോട്ട് അത് കുത്തിക്കയറുകയും നടക്കുന്ന നേരം ഈ കൽക്കേനിയൽ സ്പർ കാരണം ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്നവരുമുണ്ട്. ഇനി പെയിൻ അല്ലെങ്കിൽ മുട്ടുവേദന അധികമായിട്ടും കണ്ടുവരുന്നത് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് പോലുള്ള വാദം, അതിൻ്റെ പ്രശ്നങ്ങളുള്ളവർ, അതേപോലെ തന്നെ 50 കഴിഞ്ഞ സ്ത്രീകൾ, മെനോപോസോടനുബന്ധിച്ച് അവർക്ക് ഈസ്ട്രജൻ്റെ ഹോർമോൺ ഇംബാലൻസ് ഉണ്ടാവും, കാൽഷ്യത്തിൻ്റെ കുറവുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള ടൈമിൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്ന എല്ല് തേയ്മാനം കണ്ടുവരാറുണ്ട്. ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് 4 സ്റ്റേജസ് ആണ് മെയിനായിട്ടും. ആദ്യത്തെ സ്റ്റേജിൽ എന്ന് പറയുന്നത് നമുക്ക് ക്ലിയർ ആയിട്ട് എക്സ്റേ എടുത്ത് കഴിയുമ്പോൾ മുട്ടിൻ്റെ 2 ജോയിൻ്റ് ഉണ്ട്. അതായത് മുകളിലത്തെ ഭാഗം ഫീമർ എന്ന് പറയുന്നത് നമ്മുടെ തൊടയിലത്തെ ആ ഒരു എല്ലും, താഴെ മുട്ടിൻ്റെ ആ ചിരട്ടയ്ക്ക് താഴെയുള്ള ടിബിയ എന്നുള്ളൊരു ബോണും, ഇത് രണ്ടിൻ്റെയും ജോയിൻ ചെയ്യുന്നൊരു സ്പേസാണ് നമ്മൾ മുട്ട് എന്ന് പറയുന്നത്. അതിന് മുകളിൽ കവറിങ് ആയിട്ട് ഒരു ചിരട്ട പോലെയുള്ളതാണ് പെറ്റല്ല എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്പേസ്, അതിന് രണ്ടിനും തമ്മിലുള്ള ഒരു സ്പേസ്, അതിലോട്ട് കാർട്ടിലേജ് എന്നുള്ളതുണ്ടാവും, കുറച്ച് ഫ്ലൂയിഡ് പോലെ നീരുണ്ടാവും, ചെറിയ തോതിൽ നീര് ഉള്ളത് കൊണ്ടാണ്, ആ ഫ്ലൂയിഡ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ആ ഒരു ഒരയിലും വേദനയൊന്നും ഇല്ലാതെ എളുപ്പം നടക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ എല്ലാ ജോയിൻറ്റുകളിലും, എസ്പെഷ്യലി മടക്കുന്ന ടൈപ്പിലുള്ള വലിയ വലിയ ജോയിൻറ്റ്സുകളിലെല്ലാം തന്നെ ഇതുപോലുള്ള സൈനോവിയൽ ഫ്ലൂയിഡുകൾ ഉണ്ടാവും. അപ്പോൾ പ്രായമാകുന്നതോടുകൂടി, എസ്പെഷ്യലി സ്ത്രീകളിലാണ് എന്നുണ്ടെങ്കിൽ മെനോപോസോടനുബന്ധിച്ച് ഹോർമോൺ ഇംബാലൻസ് കാരണം കാൽഷ്യത്തിൻ്റെ കുറവ്, എസ്ട്രജൻ കുറയുമ്പോൾ അത് കാൽഷ്യത്തിൻ്റെ കുറവായിട്ട് കാണപ്പെടും. ഇത് കാരണം എല്ല് തേയ്മാനം ഉണ്ടാവും, അതിൻ്റെ സ്പേസ് 2 എക്സ്റേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ സ്പേസ് കുറഞ്ഞു വരും. അതിൽ സ്റ്റേജ് 1 എന്ന് പറയുന്നത് കാര്യമായിട്ട് സ്പേസ് കുറഞ്ഞിട്ടില്ല, എന്നാൽ തുടങ്ങിയിട്ടുണ്ട്, ഡീജനറേഷൻ തുടങ്ങിയിട്ടുണ്ട്, ചെറിയ തോതിൽ മാത്രം പുതിയ ബോണ്ട് അല്ലെങ്കിൽ എല്ലിൻ്റെ ഒരു വളർച്ച തുടങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ സ്റ്റേജ് 1 എന്നാണ് നമ്മൾ പറയാം. വേദന വളരെ നേരിയ തോതിലായിരിക്കും, നമുക്ക് ഒരുപാട് നേരം നിൽക്കുമ്പോൾ അങ്ങനെ സ്ട്രെയിൻ ചെയ്യുമ്പോഴായിരിക്കും വേദന ഉണ്ടാവുക, റെസ്റ്റ് എടുത്ത് കഴിയുമ്പോൾ മാറും, ഇതായിരിക്കും. ഇനി സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് അതിൻ്റെ സ്പേസ് കുറഞ്ഞു വരുന്നുണ്ട്, എന്നാൽ പുതിയ ബോണ്ട് അല്ലെങ്കിൽ എല്ലിൻ്റെ വളർച്ചയും കാണപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് സെക്കൻഡ് സ്റ്റേജായിട്ട് കണക്കാക്കപ്പെടും. ഇത് കൂടുതൽ നേരം നിന്ന് ജോലി ചെയ്യാൻ അല്ലെങ്കിൽ വേദന സ്റ്റേജ് 1 കുറച്ചുകൂടെ കൂടുതലായിരിക്കും. സ്റ്റേജ് 3 എന്ന് പറയുന്ന സ്റ്റേജ്, ഇതിലെ സ്പേസ് അത്യാവശ്യം വളരെ കുറച്ച് മാത്രമേ, നേരിയ തോതിൽ മാത്രമേ സ്പേസ് ഉള്ളൂ. അതേപോലെ പുതിയ എല്ലിൻ്റെ വളർച്ച കുറച്ച് കൂടുതലായിട്ട് തന്നെ ബോൺ ഗ്രോത്ത് കാണപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് സ്റ്റേജ് 3. സ്റ്റേജ് 4 എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് ആ സ്പേസ്, 2 ബോൺസിനും എല്ലിനും ഇടയിലുള്ള ഒരു സ്പേസ് ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ ഇങ്ങനെ രണ്ടും ഒട്ടിപ്പിടിച്ച പോലത്തെ രീതിയിലാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീരെ അനങ്ങാൻ പറ്റില്ല, മുട്ടിൻ്റെ വേദന കഠിനമായിരിക്കും, അതികഠിനമായിരിക്കും, നടക്കാനോ നിൽക്കാനോ ഒന്നിനും തന്നെ പറ്റാത്ത അവസ്ഥയായിരിക്കും. ഇത് സ്റ്റേജ് 4 ആണ്. മിക്കവാറും കേസുകളിൽ ഈ ഒരു സ്റ്റേജ് 4-ലാണ്
മുട്ട് മാറ്റി വെക്കുന്ന നീ സർജറിയൊക്കെ സജസ്റ്റ് ചെയ്യുന്നത്. സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3 ഒക്കെ നമുക്ക് മെഡിസിൻസിൽ തന്നെ റെക്ടിഫൈ ചെയ്ത് എടുക്കാൻ പറ്റാവുന്ന ഒന്നാണ്. ഇതിൽ തന്നെ നമ്മൾ ചിലർക്ക് കാലിൽ കോച്ചി വലിപ്പുണ്ടാവും. ഇത് ഡീപ്പ് വെയിൻ ത്രോംബോസിസ് കാരണം വരാം. അതായത് വേരിക്കോസ് വെയിനിൻ്റെ പ്രശ്നം കാരണം അമിതമായിട്ട് രാവിലെ നേരം വർക്ക് നിന്നുകൊണ്ടോ ഇരുന്നുകൊണ്ടോ ചെയ്യുന്നവർക്ക് രാത്രി കിടക്കുന്ന ടൈമിൽ ഈ വേരിക്കോസ് വെയിൻ്റെ ഇഷ്യൂസ് കാരണം ഭയങ്കര മസിൽസിൻ്റെ കോച്ചി വലിപ്പുണ്ടാവും. ഈ മസിൽസിൻ്റെ കോച്ചി വലിപ്പ് കാൽഷ്യത്തിൻ്റെ കുറവ് കൊണ്ടും വരാം, വൈറ്റമിൻ ഡിയുടെ കുറവ് കൊണ്ടും വരാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാല് വേദന സ്ഥിരമായിട്ട് കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് ജസ്റ്റ് ബാമ്പ് മാത്രം പുരട്ടി അങ്ങനെ വേണ്ട. വൈറ്റമിൻ ഡി ലെവൽ, കാൽഷ്യം ലെവലൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം. ഇനി മെനോപോസ് അല്ലെങ്കിൽ ആർത്തവ വിരാമത്തോടനുബന്ധിച്ചവരാണ് എന്നുണ്ടെങ്കിൽ എസ്ട്രോജൻ കുറവുണ്ടാവും. അപ്പോൾ അതിന് റീപ്ലേസ് ചെയ്യാനായിട്ട് ഫൈറ്റോ എസ്ട്രോജൻസ്, അതായത് ചെടികളിൽ നിന്ന് പ്രിപ്പയർ ചെയ്യുന്ന ചില ഭക്ഷണത്തിൽ ഫൈറ്റോ ഈസ്ട്രജൻ കണ്ടൻറ്റ് കൂടുതലായിരിക്കും, ചീര അങ്ങനത്തെ ഉള്ളതിലൊക്കെ. അപ്പോൾ അത് കൂടുതലായിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കും. പിന്നെ ഇതേപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ വൈറ്റമിൻ ഡി, കാൽഷ്യം, ഡീപ്പ് വെയിൻ ത്രോംബോസിസ് ഇതിൻ്റെ കൂടെ തന്നെ വരുന്നതാണ് കാലുവേദനയിൽ ഒരു സൈഡ് മാത്രം. അതായത് ഡിസ്കിൻ്റെ പ്രശ്നം കാരണം, സ്പൈനൽ കോഡിന് എന്തെങ്കിലും ഒരു സമ്മർദ്ദം കാരണം ഡിസ്കിൽ L5, S1 ഇങ്ങനത്തെ ഡിസ്കിൽ പ്രൊലാപ്സോ അല്ലെങ്കിൽ ഡിസ്ക് കുറച്ചുകൂടി നീങ്ങിയത് കൊണ്ടോ ആ ഒരു ഞരമ്പ് മാത്രം, അതായത് നമ്മുടെ നട്ടിൽ നിന്നും കാലിലോട്ട് പോകുന്ന ഒരൊറ്റ നെർവിന് മാത്രം പ്രശ്നം വരുന്നതുണ്ടാവാം. അത് വലത്ത് സൈഡാവാം അല്ലെങ്കിൽ ഇടത്ത് സൈഡാവാം. ഇതിന് ഷയാറ്റിക്ക എന്നാണ് പറയുക. അതിൻ്റെ വേദന വളരെ ക്ലിയർ ആയിട്ട് അറിയുമ്പോൾ ഒരു സൈഡ് മാത്രമായിരിക്കും. അതും ഇടുപ്പ്, ആ ഒരു ബാക്ക് പോർഷൻ തൊട്ട് അത് കാലിൻ്റെ ഉപ്പുറ്റി വരെ വേദന ഉണ്ടാവും. എരിച്ചിലും ഭയങ്കര പുകച്ചിലും കൂടിയിട്ടുള്ള വേദനയായിരിക്കും ഈ ഒരു ഷയാറ്റിക്ക എന്ന് പറയുന്നത്. ഡിസ്ക് പ്രൊലാപ്സ് വരുന്നത് കൊണ്ടും അതുപോലെ ഡിസ്കിൻ്റെ പ്രഷർ കൂടുതലാവുന്നത് കൊണ്ടും ചിലർക്ക് ഈ ഷയാറ്റിക്ക കണ്ടുവരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരിൽ നമുക്ക് സർജറിയുടെ ആവശ്യമില്ല. എക്സസൈസ് കൊണ്ടും അതേപോലെ തന്നെ നമ്മൾ മെഡിസിൻസും സൈഡ് ഇഫക്റ്റ് ഇല്ലാത്ത മെഡിസിൻസ്, പെയിൻ കില്ലറിനെ തന്നെ നമ്മൾ എപ്പോഴും ആശ്രയിച്ചിരിക്കരുത്. കാരണം സ്റ്റിറോയിഡ് ആയിട്ടോ അല്ലെങ്കിൽ നോൺ സ്റ്റിറോയിഡ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗുകൾ ഉണ്ടാവും. സ്റ്റിറോയിഡ് അല്ലാത്ത ഡ്രഗ് ആണെങ്കിലും ഈ പെയിൻ കില്ലറിനെ അധികം നമ്മൾ ആശ്രയിച്ചിരിക്കുന്ന ടൈമിൽ നമുക്ക് അത് കിഡ്നി ഫെയിലിയർ, ഭാവിയിൽ ലിവറിനെ അഫക്റ്റ് ചെയ്യും. ഇങ്ങനത്തെ ചില ഇഷ്യൂസ് ഉണ്ടാകും. അപ്പോൾ 1-2 തവണ വേദന സഹിക്കാൻ പറ്റാതെ എടുക്കുന്നത് വരെ, പക്ഷേ സ്ഥിരമായിട്ട് പെയിൻ കില്ലറിനെ അഡാപ്റ്റ് ആവരുത്. അതേപോലെ വേറൊരു കണ്ടീഷനാണ് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞ വാദത്തിൻ്റെ പ്രശ്നമുള്ളവർക്കും ഇതുപോലെ മുട്ടിൽ നീർക്കെട്ട് വരാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് നമ്മൾ കൺഫേം ചെയ്യാനായിട്ട് നമ്മൾ CRP ടെസ്റ്റ് എടുക്കും. അതേപോലെ RI ഫാക്ടർ, ചിലർക്ക് RI ഫാക്ടർ വന്നിട്ട് നെഗറ്റീവ് ആയിരിക്കും. എന്നാൽ വാദത്തിൻ്റെ എല്ലാ ലക്ഷണങ്ങളും കാണും. അവർക്ക് ജോയിൻസ്, അതായത് മുട്ടിൻ്റെ അവിടെ, അതേപോലെ കയ്യിലൊക്കെ ഭയങ്കര വേദന, രാവിലെ എണീക്കുമ്പോൾ തന്നെ ജോയിൻസ് അനക്കാൻ പറ്റാത്തൊരവസ്ഥ. ഇത് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിലും കണ്ടുവരും, അതേപോലെ തന്നെ ഓസ്റ്റിയോ ആർത്രൈറ്റിസിലും കണ്ടുവരും. പക്ഷേ ഓസ്റ്റിയോ ആർത്രൈറ്റിസിൽ നമുക്ക് മുട്ടിൽ ആ തേയ്മാനം ഉണ്ട് എന്നുണ്ടെങ്കിൽ രാവിലെ എണീറ്റിട്ട് ആദ്യത്തെ സ്റ്റെപ്പ് എടുത്തു വെക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ടാവും. എന്നാൽ ക്രമേണ ജോലി ചെയ്ത് വരുമ്പോൾ അത് അവർക്ക് റെഡിയാവും. വൈകിട്ടാവുമ്പോൾ എഗെയിൻ വേദന വരും. റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്നുള്ള കണ്ടീഷനിൽ സ്മോൾ ജോയിൻസും, അതായത് ചെറിയ ചെറിയ ജോയിൻറ്റുകളും കൂടെ ഇൻവോൾവ് ആവുന്നത് കൊണ്ട് തന്നെ അവർക്ക് തണുപ്പ് കാലങ്ങളിലൊക്കെ കൂടുതലും നീർക്കെട്ട് വളരെ കൂടിയിട്ട് കൈ അനക്കാൻ പറ്റാതെ സ്റ്റിഫായിട്ട് നിൽക്കുക. അതാണ് മെയിൻ പ്രശ്നം. വടി പോലെ അങ്ങനെ നിൽക്കും. വേദന ഒട്ടും കുറയില്ല അവർക്ക്. അതും ചിലവർക്ക് ചൂടുവെള്ളത്തിലൊക്കെ കൈയിട്ട് അങ്ങനെയൊക്കെ കറക്റ്റ് ചെയ്തിട്ട് വേണം കൈയെ തന്നെ ഒന്ന് മയപ്പെടുത്തി വരേണ്ട, അല്ലെങ്കിൽ സ്വന്തം കാര്യങ്ങളൊന്ന് ബ്രഷ് ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് കണ്ടീഷനിൽ കണ്ടുവരാറുണ്ട്. അതിൽ നമ്മൾ RI ഫാക്ടർ നെഗറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ anti-CCP ഒന്നുകൂടെ നമ്മൾ കൺഫേം ചെയ്യും. anti-CCPയും നെഗറ്റീവാണ്. അപ്പോൾ ചിലർക്ക് RI ഫാക്ടർ, anti-CCP രണ്ടും നെഗറ്റീവായിട്ട് എന്നാൽ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൻ്റെ പോലെ തന്നെ ലക്ഷണങ്ങൾ കാണിക്കുന്നവർ സീറോ നെഗറ്റീവ് ആർത്രൈറ്റിസ് എന്നാണ് പറയും. അതിനും നമ്മൾ പ്രത്യേക ഭക്ഷണശീലിയും അതേപോലെ തന്നെ എക്സസൈസും പെയിൻ കില്ലർ ഇല്ലാതെ തന്നെ അതിന് നമുക്ക് ഇഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളൊക്കെ തന്നെ നമുക്ക് അവൈലബിൾ ആണ്. ഇനി ഞാൻ എല്ല് തേയ്മാനം എന്ന് പറഞ്ഞ ഓസ്റ്റിയോ ആർത്രൈറ്റിസിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് വെയിറ്റ് ഗെയിൻ ആണ്. അതായത് പ്രായം കൂടുന്നതോടുകൂടി ഒരു 40-45 ഈ ഒരു ടൈമിൽ പെരിമെനോപോസൽ പീരീഡ് ആണ്. അതായത് ആർത്തവ വിരാമത്തോടനുബന്ധിച്ച് മെറ്റബോളിസം സ്ലോ ഡൗൺ ആവും. നമ്മുടെ ഹോർമോൺ എല്ലാം തന്നെ അതിൻ്റെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുന്നത് കൊണ്ട് ടോട്ടൽ മെറ്റബോളിസം ഒന്ന് സ്ലോ ഡൗൺ ആവാൻ തുടങ്ങും. ഇത് തൈറോയിഡ് ഉള്ളവർക്കും ഇതേ പ്രശ്നമുണ്ട് കേട്ടോ. ഹൈപ്പോ തൈറോയിഡിസം ഉള്ളവർക്കും അവരുടെ ശരീരത്തിൻ്റെ മെറ്റബോളിസം സ്ലോ ആവാൻ തുടങ്ങും. ഇങ്ങനെ സ്ലോ ആവുമ്പോൾ അവർ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും തടി, അമിതമായിട്ടുള്ള പൊന്നത്തടി, അങ്ങനെ ഓവർ വെയ്റ്റ് വരാനായിട്ട് തുടങ്ങും. അപ്പം നമ്മുടെ മുട്ട് എന്ന് പറയുന്നത് നമ്മുടെ വെയ്റ്റ്, ടോട്ടൽ വെയ്റ്റ് താങ്ങുന്ന ഒരു ലൊക്കേഷനും കൂടിയാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത്
നമ്മുടെ ശരീരത്തിന്, നമ്മുടെ ആ ഒരു മുട്ടിന് താങ്ങാവുന്നതിന് കൂടുതൽ ഭാരം അതിലോട്ട് വെക്കുന്ന സമയത്ത് തേയ്മാനം കുറച്ചുകൂടെ കൂടും. അതിൽ കാർട്ടിലേജസ് എന്ന് പറയുന്നത് ഒരു കുഷൻ പോലെയാണ് കാണപ്പെടുന്നത്. രണ്ട് എല്ലുകൾക്ക് നടുവിൽ അതിൻ്റെ മൂവ്മെൻറ്റ് വളരെയധികം സ്മൂത്തായിട്ട്, എങ്ങനെയാണോ നമ്മൾ കഥകിൻ്റെ വിജാഗിരിയൊക്കെ പോലെ, അങ്ങനെയാണ് ഈ ഒരു കാർട്ടിലേജും അതേപോലെ തന്നെ സൈനോവിയൽ ഫ്ലൂയിഡും ഉള്ളത്. അപ്പോൾ കഥക് വളരെ നോർമലായിട്ട് നമുക്ക് ഈസി ആയിട്ട് അടയ്ക്കാനും തുറക്കാനും പറ്റുന്ന പോലെ തന്നെ ഈ ഒരു മുട്ടിൻ്റെ ആക്ഷൻസ് നമുക്ക് നടക്കാനും ഇരിക്കാനും ഒക്കെ പറ്റണം എന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ആ ഒരു സ്പേസും വേണം, അതിനുള്ളിൽ ആ ഫ്ലൂയിഡ്, കാർട്ടിലേജ്, ഇതൊക്കെ തന്നെ വേണം. ഇതിൻ്റെ സ്പേസ് കുറഞ്ഞു വരുമ്പോൾ, ഇത് കുറയാനുള്ള ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ഒന്ന് ഏജ് റിലേറ്റഡ് ആണ്, ഇനി ഒന്ന് അമിതമായിട്ടുള്ള വണ്ണം. റുമറ്റോയ്ഡ് ആർത്രൈറ്റിസും ഒരു കാരണമാണ്. റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് കാരണം മുട്ടിൽ ചുറ്റും നീർക്കെട്ട് അനുഭവപ്പെടാം. അത് കാരണം അവിടുത്തെ എല്ലിൽ തേയ്മാനം സംഭവിക്കുക, കൂടുതൽ നടക്കാൻ പറ്റാത്ത അവസ്ഥ. ചിലർക്ക് ഏജ്ഡ് ഉള്ളവർക്ക്, വയസ്സായിട്ടുള്ളവർക്ക് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, അതായത് ആമവാദത്തിൻ്റെ കൂടെ തന്നെ ഈ ഒരു എല്ല് തേയ്മാനം കൂടെ വരും. അങ്ങനെ വരുന്ന ടൈമിൽ അസഹനീയമായിട്ടുള്ള വേദനയായിരിക്കും. അപ്പോൾ ഈ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ട് നമ്മുടെ ശരീരത്തിൽ നീർക്കെട്ട് കുറയ്ക്കാൻ ചില ഭക്ഷണങ്ങൾക്ക് ഭയങ്കര കപ്പാസിറ്റി ഉണ്ട്. അപ്പം നമ്മളത് ശ്രദ്ധിച്ച് റെഗുലറായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ മുട്ടുവേദന നമുക്ക് മാറ്റാനായിട്ട് പറ്റും. അതിൽ ആദ്യം നമ്മൾ പറയുന്നത് കെറോട്ടിൻ കണ്ടൻറ്റ് അധികം അടങ്ങിയിട്ടുള്ള ക്യാരറ്റ് വളരെയധികം ഇഫക്റ്റീവാണ്. അതേപോലെ തന്നെ രണ്ടാമത് ടർമറിക് എന്ന് പറയുന്നത് നമ്മുടെ മഞ്ഞളാണ്. അതിൽ കുർക്കുമിൻ കണ്ടൻറ്റ് വളരെയധികം കൂടുതലാണ്. ഇതിന് ആൻറ്റിസെപ്റ്റിക് പ്രോപ്പർട്ടിയും ഉണ്ട്, അതായത് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടിയും ആൻറ്റിസെപ്റ്റിക് പ്രോപ്പർട്ടിയും ഉണ്ട്. ശരീരത്തിൻ്റെ നീർക്കെട്ട് കുറയ്ക്കാൻ ഏറ്റവും ബെസ്റ്റാണ് ഈ മഞ്ഞൾ എന്ന് പറയുന്ന കുർക്കുമിൻ കണ്ടൻറ്റ്. അതേപോലെ മധുരക്കിഴങ്ങ്, സ്വീറ്റ് പൊട്ടറ്റോയിൽ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടിയും കൂടുതലുണ്ട്. നമ്മുടെ എല്ല് തേയ്മാനത്തിൻ്റെ ആ ഒരു കാർട്ടിലേജിൻ്റെ ബലത്തിനൊക്കെ വളരെയധികം ഹെൽപ്ഫുള്ളാണ്. ചിലരെങ്കിലും സജസ്റ്റ് ചെയ്യാറുണ്ട് ആട്ടിൻകാല്, നമ്മുടെ ആടിൻ്റെ കാല്, അതിലുള്ള മജ്ജ, അതും വളരെ ഇഫക്റ്റീവായിട്ട് കണ്ടുവരാറുണ്ട്. ഇനി അതിനോട് താല്പര്യമില്ല, നോൺ വെജ് ഞാൻ കഴിക്കില്ല എന്നുള്ളവർക്ക് മുടവാട്ട് കിഴങ്ങ് അല്ലെങ്കിൽ ആട്ടിൻകാൽ കിഴങ്ങ് എന്ന് പറയുന്ന പ്ലാൻ പ്രോഡക്റ്റ് കുറച്ചുകൂടെ ഇഫക്റ്റീവായിരിക്കും. അതും അതിൻ്റെ സൂപ്പ് വെച്ച് എടുക്കുന്നതൊക്കെ ഈ ഒരു കാർട്ടിലേജിൻ്റെ ഒരു തേയ്മാനം, എല്ല് തേയ്മാനം ഉള്ളവർക്ക്, ഓസ്റ്റിയോ ആർത്രൈറ്റിസിന് വളരെ ഇഫക്റ്റീവാണ്. അതേപോലെ അടുത്തൊരു സൂപ്പർ ഫുഡ് എന്ന് പറയുന്നത് ചീരയാണ്. ഇലക്കറികളും അതേപോലെ തന്നെ പച്ചക്കറികളും. ചീരയാണ് ഏറ്റവും കൂടുതൽ എഫക്റ്റീവായിട്ടുള്ളത്. ചീരയിൽ കാൽഷ്യം അധികം അടങ്ങിയിട്ടുണ്ട്, അയൺ റിച്ചുമാണ്. ഇപ്പോൾ മുരിങ്ങ ചീരയൊക്കെ എടുക്കുകയാണെങ്കിൽ അയൺ റിച്ചാണ്, കാൽഷ്യം റിച്ചാണ്. കാൽഷ്യം ഡെഫിഷ്യൻസിയൊക്കെ നികത്താൻ വളരെയധികം ഇഫക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ഇലക്കറികൾ കൂടുതലായിട്ടും എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓയിലിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ കുക്കിങ്ങിനൊക്കെ ഇപ്പോൾ കുറച്ച് വയസ്സായവർക്ക് വെളിച്ചെണ്ണയ്ക്ക് പകരം ഓലിവ് ഓയിൽ ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഈ ഓലിവ് ഓയിലിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി കൂടുതലുണ്ട്. നീർക്കെട്ട് കുറയ്ക്കാൻ വളരെയധികം സഹായകരമാവുന്ന ഒന്നാണ് ഈ ഓലിവ് ഓയിൽ എന്ന് പറയുന്നത്. അത് റെഗുലറായിട്ട് കുക്കിങ്ങിൽ, ഭക്ഷണത്തിനൊക്കെ അത് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കാം. മാത്രമല്ല ചീരയിൽ വൈറ്റമിൻ സി കണ്ടൻറ്റും അധികം ഉള്ളതുകൊണ്ട് അത് ഇഫക്റ്റീവാണ്. ബ്രൊക്കോളി എന്ന് പറയുന്ന ക്രൂസിഫറസ് വെജിറ്റബിൾ, അതും വളരെ ഇഫക്റ്റീവാണ്. ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി കൂടുതലുണ്ട്. നീർക്കെട്ട് കുറയ്ക്കാനും അതേപോലെ തന്നെ എല്ലിൻ്റെ തേയ്മാനം, അതിൻ്റെ ആ ഒരു തീവ്രത കുറയ്ക്കാനും വളരെയധികം സഹായകരമാവുന്ന ഒന്നാണ്. അതുപോലെ വാക്കിംഗ് നമ്മൾ മറ്റ് പേഷ്യൻസിനൊക്കെ നമ്മൾ പറയുന്നുണ്ട് എന്നുണ്ടെങ്കിലും ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഉള്ളവർക്ക് സ്റ്റെപ്പ് കയറാൻ പോലും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർ ഒരുപാട് ഹെവി മൂവ്മെൻറ്റ്സ് അവോയ്ഡ് ചെയ്യാം. എന്നാൽ മുട്ടിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള എക്സസൈസസ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അത് പ്രത്യേകം നമ്മൾ നോക്കി ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, ഇരുന്നുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുട്ടിന് കുറച്ചുകൂടെ ഒരു ബലം കിട്ടാനായിട്ട് സഹായകരമാവും. അതേപോലെ ഇപ്പോൾ ഡീപ്പ് വെയിൻ ത്രോംബോസിസ്, DVT ഉള്ളവർ, ഒരുപാട് നീർക്കെട്ടുള്ളവർ നിന്ന് ജോലി ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ടാവാം. അങ്ങനെയുള്ള ടൈമിൽ ഒരു ക്രേപ്പൊക്കെ ഉപയോഗിച്ച് നമ്മൾ ഒന്ന് കെട്ടിയിട്ട് മുട്ടിന് ഒരു ബലം കൊടുത്തുകൊണ്ട്, ഒരു സപ്പോർട്ട് കൊടുത്തുകൊണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേദന പരമാവധി കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പെയിൻ കില്ലറിനെ തന്നെ ആശ്രയിക്കാണ്ട് ഭക്ഷണത്തിലും രീതികൾ മാറ്റിപ്പിടിക്കാം. അതിൻ്റെ കൂടെ തന്നെ എക്സസൈസും മൈൽഡായിട്ടുള്ള രീതിയിൽ ശ്രദ്ധിക്കുക. എക്സസൈസും കൂടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഇഫക്റ്റീവ് ആയിരിക്കും. എല്ല് തേയ്മാനം 4th സ്റ്റേജിൽ എത്തുന്നതിന് മുന്നേ തന്നെ കണ്ടറിഞ്ഞ് നമ്മൾ ട്രീറ്റ് ചെയ്യുക. അതേപോലെ ഇനി കാലുവേദന എന്ന് പറഞ്ഞ് ഒറ്റ വേദനയാക്കാതെ, അത് എന്താണത്, മസിൽ കാരണമാണോ, ഞരമ്പിൻ്റെ പ്രശ്നം കൊണ്ടാണോ, വെരിക്കോസ് വെയിനിൻ്റെ പ്രശ്നമാണോ, അതോ വൈറ്റമിൻ ഡിയും കാൽഷ്യത്തിൻ്റെ കുറവാണോ എന്നുള്ളതും കൂടെ ഒന്ന് ചെക്ക് ചെയ്യുക. കാരണം വൈറ്റമിൻ ഡി കുറവുണ്ടെങ്കിലും ഇതേപോലെ കാലുവേദന, മുട്ടുവേദന, ജോയിൻറ്റ് പെയിൻസ് ഒക്കെ വളരെയധികം കൂടുതലായിരിക്കും. അപ്പോൾ വൈറ്റമിൻ ഡി ചെക്ക് ചെയ്തിട്ട് അത് 20 താഴെയൊക്കെയാണ്, ഇൻസഫിഷ്യൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ സപ്ലിമെൻറ്റ് വീക്ക്ലി വൺസ് എടുക്കുന്നതായിരിക്കും
വളരെ ഇഫക്റ്റീവ്. പിന്നെ മുട്ടയുടെ വെള്ള ദിവസവും എടുക്കുന്നത് നല്ലതാണ്. കാരണം ഏജ് ആവുന്നതോടുകൂടി സാർക്കോപ്പീനിയ എന്നുള്ളൊരു കണ്ടീഷനും വരാം ചിലർക്ക്. അതായത് പ്രോട്ടീൻ ലോസ് നമ്മുടെ ശരീരത്തിൽ കൂടും. അതുകൊണ്ടാണ് നമ്മൾ ഏജ് ആവുമ്പോൾ നമ്മുടെ മസിൽസൊക്കെ തന്നെ ഒരു ചുരുങ്ങുന്ന പോലെ വരുന്നത്. അപ്പോൾ പ്രോട്ടീൻ അത്യാവശ്യം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവണം. അപ്പോൾ എഗ്ഗ്, മുട്ടയുടെ വെള്ളയിൽ നമുക്ക് ഭയങ്കര പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളതാണ്. അപ്പോൾ പ്രോട്ടീൻ ദിവസവും എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എഗ് വൈറ്റ് സ്ഥിരമാക്കാനായിട്ട് ശ്രദ്ധിക്കുക. നീർക്കെട്ടുള്ളവർ എഗ് വൈറ്റ് ഒഴിവാക്കരുത്, എഗ് വൈറ്റ് സ്ഥിരമായിട്ട് എടുക്കുക. അവക്കാഡോവും നല്ലതാണ്. അതുപോലെ ബ്രൊക്കോളി, ഇങ്ങനത്തെ ക്രൂസിഫറസ് ആയിട്ടുള്ള വെജിറ്റബിൾസ് നല്ലതാണ്. ഇലക്കറികളും പച്ചക്കറികളും കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യുക. മുടവാട്ടുക്കിഴങ്ങ് എന്ന് പറയുന്ന അതും ഇഫക്റ്റീവാണ്. പിന്നെ ആട്ടിൻകാലിൻ്റെ സൂപ്പും വളരെയധികം ഇഫക്റ്റീവാണ്. ഭയങ്കര തടി കൂടുന്ന പ്രകൃതമാണ് എന്നുണ്ടെങ്കിൽ പ്ലാൻ ബേസ്ഡ് ആയിട്ടുള്ള കൂടുതൽ ചെടികളെ ബേസ് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങൾ, സസ്യാഹാരങ്ങൾ കൂടുതൽ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ ഈ മുട്ടുവേദനയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മുട്ടുവേദനയ്ക്ക് എങ്ങനത്തെ ഡയറ്റാണ് എടുക്കണം എന്നുള്ളത് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ നീ ഡയറ്റ് എന്ന് കമൻറ്റ് ചെയ്യുക. മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. ഇത് നിങ്ങളുടെ ഡോക്ടർ ജുമാന ഹസീനി ജി, ഡോക്ടർ ജുമാന ഹോമിയോ കെയർ, പള്ളിയോട്, പാലക്കാട്.